ഞാൻ 2 മണിക്കൂറായിട്ട് വേറെ ഏതോ ലോകത്തായിരുന്നു. ഇത് എഴുതി ഉണ്ടാക്കി ഡയറക്റ്റ് ചെയ്ത് ഒരുപാട് മറ്റുള്ള ഈ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി അഭിനയിപ്പിച്ച് കരുത്ത് കാണിച്ചതിൻ്റെ ഡയറക്ടർക്ക് എൻ്റെ എല്ലാ വിനീതമായ നമസ്കാരം. ഇത് പറയുന്ന ചരിത്രം ഒക്കെ അത്തരത്തിൽ അതിലൊക്കെ കുറേ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചോദ്യം ചോദിക്കുമ്പോഴും കുറച്ചും കൂടെ മനസ്സിലാക്കിയതിന് ശേഷമാവണം ചോദ്യം എന്ന് വിചാരിക്കുന്നു. എന്താണേലും വെറുത്ത ചിന്തകൾ ഉണർത്തുവാൻ കഴിയുന്നത് തന്നെ വലിയ ഒരു അറ്റംപ്റ്റാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. റിച്വൽസും മിത്തും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പ്ലസ് ക്യൂരിയോസിറ്റി. ഇപ്പോൾ സജിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഈ പടത്തിൽ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ഇതിൻ്റെ ക്യൂരിയോസിറ്റി ലെവല്, പിന്നെ അൺപ്രഡിക്റ്റബിലിറ്റി, പിന്നെ റിച്വൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫിലിം ആൻഡ് വെരി വെൽ ഷോട്ട്, വെരി വെൽ എഡിറ്റഡ്. ഐ തിങ്ക് ഫാബുലസ് ഫിലിം. ആൻഡ് ഒരിക്കൽ കൂടെ പറയട്ടെ, ഡോണ്ട് ബി ഡിഫെൻസീവ്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് പേഴ്സണൽ മെസ്സേജസ്. താങ്ക് യു. സാർ പറഞ്ഞത് തന്നെയാണ്, ഈ ഒരു അറ്റംപ്റ്റ് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ മാറി നിൽക്കുന്ന ഒരു തരം സിനിമ ഉണ്ടാക്കുന്നത് തന്നെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അഭിനന്ദിക്കുന്നു. സിനിമയ്ക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ഇതിനെ സജിൻ്റെ വലിയൊരു ഫാനാണ്. ഇതിനു മുമ്പ് സജിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സജിൻ്റെ സിനിമകൾ വളരെ ഇഷ്ടമാണ്. അപ്പം ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. സത്യം ഞാൻ സത്യം പറയാം, ഒരു ഗംഭീരമായൊരു സിനിമയാണ്, നല്ല ടീം വർക്കാണ്. അതിലേറെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് റിമയെ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ശക്തമായ കഥാപാത്രം നൽകിയതിന് സജിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു. അതുകൂടാതെ ഇത് വിശ്വസിച്ച് പണം മുടക്കിയ പ്രൊഡ്യൂസേഴ്സ്, കൂടാതെ ഞങ്ങളുടെ സുഹൃത്തുക്കളായ, എൻ്റെ പേഴ്സണൽ സുഹൃത്തുക്കളായ നമ്മുടെ ഡെയിൻ, അതുപോലെ ബാലാജി, അഖിൽ, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് സജിൻ. താങ്ക് യു. ഈ സിനിമ ഇന്ന് കാണുന്നതിന് മുൻപ് ഞാനിതിന് മുൻപ് തന്നെ കണ്ടിരുന്നു. സജിൻ എന്നെ കാണിച്ചിരുന്നു. എൻ്റെ 1983 ഇറങ്ങുന്ന IFKയിൽ വന്നതും സജിൻ്റെ ഫസ്റ്റ് മൂവി ഒരേ വർഷമായിരുന്നു. അന്ന് തൊട്ട് സജിനെ അറിയാം. റിമ സിനിമയിൽ വരുന്നതിന് മുൻപ് തൊട്ട് എനിക്ക് റിമയെ അറിയാം. റിമ എൻ്റെ സുഹൃത്താണ്. എല്ലാ രീതിയിലും വളരെ പേഴ്സണലി എനിക്ക് അടുപ്പമുള്ള സജിൻ്റെയും റിമയുടെയും സിനിമയാണ്. ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെ ആസ്വദിച്ചു. ഞാൻ പറയുമ്പോൾ അത് കുറച്ചുകൂടെ പേഴ്സണലി അടുപ്പമുള്ള ഒരാളുടെ സിനിമ ആയതുകൊണ്ട് എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെടും. ബാക്കി മറ്റുള്ള ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ, ഈ സിനിമ വിജയിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിനക്ക് ബിരിയാണിയേക്കാൾ നല്ലൊരു ബിരിയാണി എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ സിനിമകളിൽ കാണുന്ന ആ രാഷ്ട്രീയം മടി കൂടാതെ പറയാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്, ഒരു റിയൽ സംഭവത്തെ കേരളത്തിൽ ഇന്നത്തെ സാമൂഹ്യ പരിസ്ഥിതിയിൽ സംഭവിക്കുന്ന എല്ലാ കുഴപ്പങ്ങളെയും വളരെ ബോൾഡായിട്ട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിനക്കൊരുപാട്
ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഭാവിയിലും മലയാളികൾക്കും അത് ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും പറയുന്ന പോലെ ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേരെടുത്ത് പറയേണ്ട 2 പേര് ഇതിലുണ്ട്. ഒന്ന് ശ്യാം ആൻഡ് അപ്പു. നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ വിഷ്വൽസും ആ റിതവും ഉണ്ടാക്കിയ 2 പേരാണ്. സോ എന്താ പറയണ്ടത്, സോ ഇറ്റ് വാസ് എ നൈസ് ഫിലിം. സോ എനിക്കത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. എനിക്ക് റിമയുടെ കാര്യം എടുത്തു പറയണം. ബിക്കോസ് നമ്മളെപ്പോഴും ആക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ പുറകെ ഇടുന്ന ഡെഡിക്കേഷനും അതിൻ്റെ എഫേർട്ടും ഞാൻ അതായിരുന്നു when I was watching the movie എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത്. മിത്തിനെ എങ്ങനെ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെനം എന്ന് പറയുന്ന വെനമസ് ആയിട്ട് മറ്റ് പല കമ്പനീസ്, മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇൻഡെപ്തിൽ എനിക്ക് തോന്നുന്നു അതൊരു ക്വസ്റ്റ്യനായിട്ട് ഇട്ട് തന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിൽ പോകാതെ, പക്ഷേ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ആക്ടേഴ്സ്, സ്പെഷ്യലി ഫീമെയിൽ ആക്ടേഴ്സ്. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു തോന്നാറുണ്ട്, ഒരു ഫീമെയിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും കൂടുതൽ നോക്കുന്നത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ ആയിരിക്കും. അപ്പോൾ റീമ വണ്ടർഫുൾ ജോബാണ് ചെയ്തത്. നല്ല ഗംഭീര മേക്കിംഗ് ആയിരുന്നു. 2 കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് ഗാന്ധിജിയുടെ ഒരു സർവതംശയുടെ ഒരു സംഭവം പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ ഇതിന് ഇതായിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിരാശയോട് ഒരു കാര്യം പരാമർശിച്ചു, അത് രണ്ടും എനിക്കറിയാത്ത കാര്യങ്ങളാണ്. ബാക്കി റിമയുടെ അഭിനയം ഒക്കെ ഗംഭീരമായിരുന്നു. അതിൻ്റെ എന്താ പറയുക, മേക്കപ്പ് ചെയ്തേക്കുന്നതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ മേക്കിങ് നല്ല സിനിമ, നല്ല പെർഫോമൻസാണ്. ആ മോഡ് ക്യൂരിയോസിറ്റി ഉണ്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെ നമ്മൾ ഇത്തരം സിനിമകൾ എന്ന് പറയുന്നത് എല്ലാവരും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുക, അല്ലെങ്കിൽ സജിൻ ബാബു അത്ര ഒരു ആശയമായിട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അഭിനേതാക്കളും റീമയാണെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. താങ്ക് യു. എന്താ പറയുക, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഐ തിങ്ക് ഐ എം വെരി ഫോർച്യുനേറ്റ്. ആൻഡ് പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ തിരിച്ചു വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. 2 രീതിയിലും ഒന്നിൽ തന്നെ നിർത്താതെ നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കഥ. മിത്തും ഇപ്പോഴത്തെ ഈ ഒരു ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുപോയി നന്നായിട്ടുണ്ട്. അല്ല, അതിൻ്റെ ഒരു റീമ കലിങ്ങലിൻ്റെ ആ ഒരു അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മിത്തും റിയാലിറ്റി കൂടി മിക്സ് ചെയ്ത് പെർഫോമൻസ് ആയിരുന്നു. 22 ഫീമെയിലിന് ശേഷം ഒരു കംബാക്ക് പോലെ നല്ലൊരു പെർഫോമൻസ്.